ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഗൈസ് നമ്മളെന്ന് വന്നിരിക്കുന്നത് ഇൻസ്റ്റാഗ്രാമിലേക്ക് ഫ്രീ ഫോളോസ് കിട്ടുന്ന അടിപൊളി ട്രിക്കാണ് ഗൈസ്. 100% വർക്ക് ചെയ്യാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും എന്തായാലും ഫോളോസ് കിട്ടും. സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഗൈസ്. വീഡിയോയിൽ പോകുന്നവന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഇപ്പോൾ തന്നെ എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് അടിച്ച് കൊടുക്കുക. സോ ഗൈസ് നിങ്ങൾ വീഡിയോ സ്കിപ്പ് അടിക്കാതെ വെച്ച് അടിപൊളി ട്രിക്കാണ്. സോ ലെറ്റ്സ് ഗോ ടു ദി വീഡിയോ ഗൈസ്. ഗൈസ് അപ്പോൾ ആദ്യം നിങ്ങൾ എല്ലാവരും ഈ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക ഗൈസ്. അപ്പോൾ ഇതിന് ലിങ്ക് നമ്മൾ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്ലിക്ക് ചെയ്താൽ എനിക്ക് ഡാറ്റ വരാം ഗൈസ്. അപ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ബ്രൗസർ സെലക്ട് ചെയ്യാൻ പറയും. നിങ്ങൾ ക്രോം ബ്രൗസർ സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസിലേക്ക് വരും. അപ്പോൾ ഗൈസ് ഇവിടെ നിങ്ങൾക്ക് കാണാം ഗൈസ് ഓപ്പൺ വെബ്സൈറ്റ് എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് നിങ്ങൾ ഇവിടെ കാണാൻ ഗൈസ് ഒരു ബോക്സ് ഓപ്പൺ വെബ്സൈറ്റ് പറഞ്ഞിട്ട് ഒരു ബ്ലാക്ക് കളർ ബോക്സ് ഉണ്ട്. ജസ്റ്റ് നിങ്ങൾ എന്താ ഗൈസ് അതൊന്ന് ക്ലിക്ക് ചെയ്തു ഗൈസ്. ക്ലിക്ക് ചെയ്ത് നമുക്ക് പുതിയൊരു പേജിലോടാം ഗൈസ്. നിങ്ങൾ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യുക ഗൈസ്. അപ്പോൾ നമുക്ക് പുതിയൊരു പേജിലോടായി വന്നിട്ട് ഗൈസ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ ഒരു കോപ്പി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് ബ്ലൂ കളറിൽ. ജസ്റ്റ് ആ കോപ്പി ബട്ടൺ അല്ലേ ഗൈസ് അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ടെക്സ്റ്റ് കോപ്പി ചെയ്തിട്ട് ഗൈസ് നിങ്ങൾ ടെക്സ്റ്റ് നമുക്ക് കോപ്പിയുടെ ആയി ഗൈസ്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് നിങ്ങൾ ഇവിടെ സെർച്ച് ബോക്സിൽ ഗൈസ് ആ സെർച്ച് ബോക്സിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് കോപ്പി ആയ ആ ടെക്സ്റ്റ് ജസ്റ്റ് ഇവിടെ ഒന്ന് ടാപ്പ് ചെയ്തിട്ട് പേസ്റ്റ് കൊടുക്കുക ഗൈസ്. പേസ്റ്റ് ആകുമ്പോൾ നമ്മൾ നേരത്തെ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യുക ഗൈസ്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഗോ കൊടുക്കുക സെർച്ച് ആക്കുക. അപ്പോൾ സെർച്ച് ആകുമ്പോൾ ഗൈസ് നിങ്ങൾ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യുക. നമുക്ക് ഇങ്ങനത്തെ ഒരു പേജ് വരും ഗൈസ്. ഇതിൽ ജസ്റ്റ് നിങ്ങൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ഗൈസ് റിവ്യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഗൈസ്. ഞാനിപ്പോൾ നിങ്ങൾക്ക് മാർക്ക് ചെയ്ത് കാണിച്ചു തരാം ഗൈസ്. ഇവിടെ കാണാം റിവ്യൂസ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇട്ടിട്ടുണ്ട് കാണാം ഗൈസ്. അപ്പോൾ എന്താ ഗൈസ് അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. റിവ്യൂസ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഗൈസ്. അപ്പോൾ നമ്മളങ്ങനെ റിവ്യൂസ് ക്ലിക്ക് ചെയ്ത് ഗൈസ്. അപ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ വരിക. ഇവിടെ നിങ്ങൾക്ക് കാണാം ഗൈസ് ഒരു ബോക്സിൽ ഇവിടെ നിങ്ങൾക്ക് കാണാം വ്യൂ ഓൾ റിവ്യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഗൈസ്. ഇവിടെ നിങ്ങൾക്ക് കാണാം വ്യൂ ഓൾ റിവ്യൂസ് പറഞ്ഞിട്ട് ജസ്റ്റ് ആ വ്യൂ ഓൾ റിവ്യൂസ് ഇല്ല ഗൈസ് അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് നമുക്ക് കുറച്ച് നിങ്ങൾ വെയിറ്റ് ചെയ്യുക ഗൈസ്. നമുക്കൊരു പുതിയൊരു ഇൻ്റർഫേസ് വരും ഗൈസ്. അപ്പോൾ അങ്ങനെ നമ്മൾ വ്യൂ ഓൾ റിവ്യൂസിന് ക്ലിക്ക് ചെയ്തപ്പോൾ നമുക്ക് ഒരു പുതിയൊരു പേജൊക്കെ വന്നിട്ടുണ്ട് ഗൈസ്. നമ്മൾ കുറച്ചൊരു നിങ്ങൾ വെയിറ്റ് ചെയ്യാനുണ്ടോ ഗൈസ്. അപ്പോൾ ഇവിടെ കാണാം ഗൈസ് വ്യൂ ഓൾ റിവ്യൂസിൽ വന്നിട്ട് നമുക്ക് ഇങ്ങനത്തെ ഒരു പേജ് വന്നു ഗൈസ്. അത് ക്ലിക്ക് ചെയ്തപ്പോൾ അപ്പോൾ ഇവിടെ നമുക്കൊരു ഓപ്ഷൻ കാണാം ഗൈസ്. ഇവിടെ നിങ്ങൾക്ക് കാണാം റൈറ്റ് എ റിവ്യൂ പറഞ്ഞിട്ട് നമുക്കൊരു ഓപ്ഷൻ ഉണ്ട് ഗൈസ്. ഇവിടെ കാണാം റൈറ്റ് എ റിവ്യൂ പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട് ഗൈസ്. ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഗൈസ്. റൈറ്റ് എ റിവ്യൂവിൽ പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ കുറച്ച് നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക ഗൈസ്. നമുക്ക് പുതിയൊരു ഇൻ്റർഫേസ് വരും ഗൈസ്. നമ്മൾ റൈറ്റ് റിവ്യൂ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് വരും ഗൈസ്. ഇവിടെ നിങ്ങൾക്ക് കാണാം നമുക്ക് ഒരു റേറ്റിംഗ് ഉണ്ട്. അപ്പോൾ ഇതിലൊക്കെ നിങ്ങൾ എന്താക്കുക ഗൈസ് ജസ്റ്റ് ഈ ഏറ്റവും ലാസ്റ്റ് എടുക്കുന്ന സ്റ്റാർ ഉണ്ട് ഗൈസ്. ഇതിലെല്ലാത്തിലും ഈ ഏറ്റവും ലാസ്റ്റ് എടുക്കുന്ന സ്റ്റാർ അതിലേക്ക് ജസ്റ്റ് നിങ്ങൾ എന്താക്കുക ഗൈസ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്താൽ ഓട്ടോമാറ്റിക്കായി 5 സ്റ്റാർ റേറ്റ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ ഞാൻ ചെയ്യുന്നുണ്ട്. അതേപോലെ നിങ്ങൾ എന്താ ഗൈസ് ചെയ്യുക. ഓക്കെ ഗൈസ്. അപ്പോൾ അങ്ങനെ എല്ലാം ഞാൻ 5 സ്റ്റാർ റേറ്റ് ആയി ഗൈസ്. അപ്പോൾ ചില സമയത്ത് ഒറ്റ 5 സ്റ്റാർസ് ഉണ്ടാവുള്ളൂ. ഇവിടെ കാണാൻ കുറേ റോസ് ഉണ്ട്. അപ്പോൾ ചിലതിൽ കുറച്ച് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ നോക്കി ചെയ്യുക. സോ ഗൈസ് അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ട് നമുക്ക് താഴെ ഒരു ഓപ്ഷൻ കാണാം ഗൈസ് പോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കാണാം. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കുക ഗൈസ്. ഗൈസ് അപ്പോൾ ക്ലിക്ക് ചെയ്ത് നമുക്ക് കുറച്ച് നിങ്ങൾ വെയിറ്റ് ചെയ്യുക ഗൈസ്. നമുക്കൊരു പുതിയൊരു പേജ് ലോഡ് ആയി വരും ഗൈസ്. ഗൈസ് അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് വരും ഗൈസ്. ഇവിടെ ജസ്റ്റ് ഡൺ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസിലേക്ക് വരും. ഇതിൽ നിങ്ങൾ ജസ്റ്റ് താഴേക്ക് മേലേക്ക് ഒന്ന് സ്ക്രോൾ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓക്കെ ഗൈസ് ജസ്റ്റ് ഒന്ന് ഒരു 20 സെക്കൻഡ്സ് നിങ്ങൾ ഇവിടെ വന്നിട്ട് ജസ്റ്റ് താഴേക്ക് മേലേക്ക് ഒന്ന് സ്ക്രോൾ ചെയ്ത് കൊടുക്കുക ഗൈസ്. അപ്പോൾ അങ്ങനെ 20 സെക്കൻഡ് നിങ്ങൾ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് എന്താക്കുക ബാക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഒന്നുകൂടി നിങ്ങൾ ജസ്റ്റ് ഒന്ന് ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പിന്നെ നമ്മൾ ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഗൈസ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ഗൈസ് ഒരു ഓപ്ഷൻ ഇവിടെ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം ഇവിടെ കാണാം ഗൈസ് ഗോ ടു വെബ്സൈറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ബട്ടൺ ഇവിടെ എനാബിൾ ആയി വന്നിട്ടുണ്ട് ഗൈസ്. ജസ്റ്റ് ആ ഗോ ടു വെബ്സൈറ്റിനില്ല അതും ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഗൈസ്. നമുക്ക് പുതിയൊരു പേജിലൂടെ ഇംഗ്ലീഷ് കുറച്ചേരം ഒന്ന് വെയിറ്റ് ചെയ്യുക ഗൈസ്. അപ്പോൾ ഇവിടെയാണ് ഗൈസ് നമ്മൾ ഫോളോസ് ആയിട്ട് പറഞ്ഞാൽ അടിപൊളി സംഭവമാണ് ഗൈസ്. ഈ പേജിൽ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ഫോളോസ് ഉറപ്പായിട്ടും കിട്ടും ഗൈസ്. എല്ലാം ട്രൈ ചെയ്യണം. വേറെ ലെവൽ വെബ്സൈറ്റാണ്. സോ ഗൈസ് അപ്പോൾ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് വരും ഗൈസ്. ഇവിടെ നിങ്ങൾ ജസ്റ്റ് താഴേക്ക് വന്നാൽ ഇവിടെ നിൽക്കുകയാണ് ലോഗിൻ വിത്ത് ഇൻസ്റ്റാഗ്രാം എന്ന് പറഞ്ഞിട്ട് ഒരു ബ്ലൂ കളറിൻ്റെ ഓപ്ഷൻ. ജസ്റ്റ് ആ ലോഗിൻ വിത്ത് ഇൻസ്റ്റാഗ്രാം എന്ന് പറഞ്ഞ ഗൈസ് അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഗൈസ്. നമുക്ക് പുതിയൊരു പേജിലൂടെ വരുന്ന ഗൈസ്. ഇവിടെ നിങ്ങൾക്ക് കാണാം യൂസർ നെയിം ചോദിക്കുന്നുണ്ട്. അതേപോലെ തന്നെ പാസ്വേഡ് ചോദിക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ നിങ്ങളിവിടെ ചെയ്യേണ്ടത് ഒരു ഫേക്ക് ഐഡി നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ട് ഫേക്ക് ഐഡി വെച്ചിട്ടാണ് ലോഗിൻ ചെയ്യാൻ. ഒരിക്കലും നിങ്ങൾ റിയൽ അക്കൗണ്ട് വെച്ചിട്ട് ലോഗിൻ ചെയ്യാൻ പാടില്ല ഗൈസ്. ഗൈസ് അപ്പോൾ നിങ്ങൾ പ്രൊഫൈൽ ഗൈസ് അപ്പോൾ നിങ്ങൾ ഫേക്ക് ഐഡി ക്രിയേറ്റ് ചെയ്യുമ്പോൾ മസ്റ്റായിട്ട് നിങ്ങൾ പ്രൊഫൈൽ പിക്ചർ വെക്കണം ഗൈസ്. ഇവിടെ തന്നെ മേലെ നിങ്ങൾക്ക് കാണാം ഗൈസ് എഴുതിയിട്ടുണ്ട് അവർ. അപ്പോൾ നിങ്ങൾ പ്രൊഫൈൽ പിക്ചർ വെച്ച് ഫേക്ക് ഐഡി വെച്ചിട്ട് ലോഗിൻ ചെയ്താൽ അവർ കൂടുതൽ ക്രെഡിറ്റ്സ് നിങ്ങൾക്ക് തരും ഗൈസ്. അപ്പോൾ നിങ്ങൾ അതൊന്ന് ശ്രദ്ധിച്ച് ചെയ്യുക ഗൈസ്. അപ്പോൾ ഞാൻ അവിടെ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഞാൻ അതിൻ്റെ പാസ്വേഡും യൂസർ നെയിം പാസ്വേഡും ജസ്റ്റ് ഞാൻ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ അങ്ങനെ ഫേക്ക് ഐഡിൻ്റെ യൂസർ നെയിം പാസ്വേഡൊക്കെ ഞാൻ ടൈപ്പ് ചെയ്തിട്ട് നമ്മൾ താഴെ ഒരു ബ്ലൂ കളർ ഓപ്ഷൻ ഗൈസ് ലോഗിൻ സിസ്റ്റം എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് നമുക്ക് പുതിയൊരു പേജ് ലോഡാം ഗൈസ്. കുറച്ചേരം ഒന്ന് വെയിറ്റ് ചെയ്യാം ഗൈസ്. അപ്പോൾ നമ്മൾ അങ്ങനെ ലോഗിനായി വന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം സെൻഡ് ഫോളോ പറഞ്ഞിട്ട് അവിടെ 14 ഉണ്ട്. അതേപോലെ തന്നെ കുറേ ഉണ്ട് ഗൈസ്. ഇതിൻ്റെ സെൻഡ് ടിക്ടോക്ക് ലൈക്സ് സെൻഡ് IG ലൈക്സ് അങ്ങനെ എല്ലാം തന്നെ ഉണ്ട്. ലൈക്സ് ഫോളോസ് ഒക്കെ ഉണ്ട്. സോ ഗൈസ് അപ്പോൾ നമുക്ക് ഇവിടെ കാണാം ഫോളോസിൻ്റെ അവിടെ സെൻഡ് ഫോളോ എന്ന് പറഞ്ഞിട്ടുണ്ട് ഗൈസ്. അതും ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അവിടെ. അപ്പോൾ നമുക്ക് പുതിയൊരു പേജിലൂടെ വരും ഗൈസ്. കുറച്ചൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്യുക ഗൈസ്. നമുക്ക് പുതിയൊരു പേജിലൂടെ വന്നിട്ടുണ്ട്. ഇതിൽ ജസ്റ്റ് താഴേക്ക് വന്നാൽ ഇവിടെ നിന്ന് കാണും ഗൈസ് യൂസർ നെയിം എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയൊരു ബോക്സ് ഇറക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നമ്മളെ റിയൽ അക്കൗണ്ട് യൂസർ നെയിം മാത്രം കൊടുക്കുക ഗൈസ്. ഏത് അക്കൗണ്ടിലേക്കാണ് ഫോളോസ് വേണ്ടത് ആ അക്കൗണ്ട് യൂസർ നെയിം ജസ്റ്റ് ടൈപ്പ് കൊടുക്കുക. അപ്പോൾ ഞാൻ അവിടെ ഒരു യൂസർ നെയിം ജസ്റ്റ് ഒന്ന് ടൈപ്പ് ആകും ഗൈസ്. അപ്പോൾ അങ്ങനെ യൂസർ നെയിം ടൈപ്പ് ചെയ്ത് നമുക്ക് താഴെ ഓപ്ഷൻ കാണാം ഫൈൻഡ് യൂസർ എന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് ഗൈസ്. ക്ലിക്ക് ചെയ്ത് നമുക്ക് പുതിയൊരു പേജിലൂടെ വരും ഗൈസ്. കുറച്ചേരം നിങ്ങൾ വെയിറ്റ് ചെയ്യുക
ഗൈസ്. അപ്പോൾ ഈ പേജിൽ നിങ്ങൾ ജസ്റ്റ് താഴേക്കൊന്ന് വന്നാൽ നമ്മൾ കൊടുത്ത യൂസർ നെയിമിൻ്റെ പ്രൊഫൈൽ വന്നിട്ടുണ്ട് ഗൈസ്. ഇവിടെ കാണാം പ്രൊഫൈൽ വന്നിട്ടുണ്ട്. സോ അതിൻ്റെ കാണണം ഫോളോവേഴ്സ് കൗണ്ട് വന്നിട്ട് 10 ഇട്ടുണ്ടാവും. ഡിഫോൾട്ടായിട്ട് അവിടെ 10 ഉണ്ടാവും. ജസ്റ്റ് നിങ്ങളത് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്താൽ ക്ലിയർ ചെയ്തിട്ട് ജസ്റ്റ് 40 അല്ല ഗൈസ്, 40ൻ്റെ മേലെ തന്നെ ഫോളോസ് കിട്ടും. അവർ ജസ്റ്റ് അവിടെ 40 ഇട്ടിട്ടുണ്ട്. ജസ്റ്റ് നമുക്ക് ഇവിടെ ഒരു 60 ഇട്ട് കൊടുക്കുക ഗൈസ്. അപ്പോൾ 60 ഇട്ടിട്ട് ഞാൻ അവിടെ കാണാം സെൻഡ് ഫോളോ എന്ന ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് സെൻഡ് ഫോളോ എന്ന് ക്ലിക്ക് ചെയ്യുന്നുണ്ട്. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ കാണാം ഗൈസ് യുവർ ഫോളോസ് അവർ റിസീവ്ഡ് ഇറ്റ് വിൽ യു സെൻഡ് വിത്തിൻ 10 minutes മാക്സിമം പറഞ്ഞിട്ടുണ്ട്. യു ക്യാൻ വ്യൂ യുവർ ഓർഡർ സ്റ്റാറ്റസ് ഫ്രം അവർ ഫോളോസ് ഓർഡർ ഹിസ്റ്ററി സെക്ഷൻ ഓൺ ദി റൈറ്റ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഫോളോസ് ഓർഡറിൻ്റെ സെക്ഷൻ ഉണ്ട്. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഓർഡറൊക്കെ ട്രാക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഗൈസ് ഇതിലൊരു വേറൊരു ട്രിക്കും കൂടി ഉണ്ട് ഗൈസ്. ഇതിൽ ഡെയിലി ബോണസ് എന്നൊരു സംഭവം ഇതിൽ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. ജസ്റ്റ് ഇതിൽ തന്നെ ഈ പേജിൽ തന്നെ നിങ്ങൾ ജസ്റ്റ് താഴേക്കൊന്ന് സ്ക്രോൾ ചെയ്ത് വന്നാൽ ഇവിടെ നിന്ന് കാണാം ഗൈസ്. ഇതിൽ കാണാം ഫ്രീ ഡെയിലി ബോണസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഉണ്ട്. താഴേക്ക് വന്നാൽ ഇവിടെ നിന്ന് കാണാം ഗൈസ് ഫ്രീ ഡെയിലി ബോണസ് അമേസിംഗ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ അത് അമേസിംഗ് എന്നില്ല ഗൈസ്. അതിലേക്കൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നമ്മൾ വേറൊരു പേജിലേക്ക് പോകും ഗൈസ്. അപ്പോൾ ഇതിൽ ജസ്റ്റ് നിങ്ങൾ താഴേക്കൊന്ന് സ്ക്രോൾ ചെയ്യുന്നത് ഇവിടെ കാണാം ഗെറ്റ് ഫ്രീ ഡെയിലി ഫോളോസ് ബോണസ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് പുതിയൊരു പേജ് വരും ഗൈസ്. ഇവിടെ നിന്ന് കാണാം കൺഗ്രാജുലേഷൻ 28 യു ഹാവ് ഉണ്ട്. അപ്പോൾ നമുക്ക് 28 ക്രെഡിറ്റ്സ് ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനിയും ഒരു 28 ഫോളോസും കൂടി നമുക്ക് ഓർഡർ കൊടുക്കാൻ പറ്റും. അപ്പം പിന്നെ നമ്മൾ അതേപോലെ തന്നെ സെൻഡ് ഫോളോ കൊടുത്തിട്ട് യൂസർ നെയിം കൊടുക്കുക ഗൈസ്. യൂസർ നെയിം കൊടുത്തിട്ട് നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ നിങ്ങൾ കൊടുക്കുക. കൊടുത്തിട്ട് നമ്മൾ ജസ്റ്റ് അവിടെ എന്താക്കുക ഗൈസ് നമ്മൾ ആ ഫോളോസിൻ്റെ ഇത് വരുമ്പോൾ ജസ്റ്റ് ഈ 10 എന്നുള്ളത് ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ട് ക്ലിയർ ചെയ്തിട്ട് അവിടെ ജസ്റ്റ് 28 ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് സെൻഡ് ഫോളോ കൊടുക്കുന്നു. ഓക്കെ ഗൈസ്. അപ്പോൾ അവിടെ കാണാം നമ്മളെ ഓർഡറൊക്കെ റിസീവ്ഡ് ആയി. അപ്പോൾ ഇത്ര ഉള്ള ഗൈസ് അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ഫോളോസ് കിട്ടും. ഇത് 100% വർക്കിംഗ് ആണ് ഗൈസ്. അപ്പോൾ നമുക്ക് ലൈവ് പ്രൂഫ് കാണിക്കാൻ പറ്റില്ല. അത് കോപ്പിറൈറ്റ് സ്ട്രൈക്കും കാര്യങ്ങളൊക്കെ കിട്ടും. ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്യുക. അതുകൊണ്ടാണ് ഗൈസ് കാണിക്കാത്ത. അല്ലാതെ അടിപൊളി ട്രിക്കാണ്. നിങ്ങളെല്ലാം ട്രൈ നോക്കിയിട്ട് എന്തായാലും ഫീഡ്ബാക്ക് അറിയിക്കുക ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ തന്നെ ഫ്രീ ഫോളോസ് അതുപോലെ തന്നെ പെയ്ഡ് ഫോളോസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ ഇൻസ്റ്റാഗ്രാമിലേക്ക് ഒന്ന് മെസ്സേജ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ലിങ്ക് നമ്മൾ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾ മെസ്സേജ് ചെയ്യുക. ഇന്നത്തെ വീഡിയോ എത്തുള്ളൂ. ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്ന ചാനൽ എല്ലാവരും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് അടിച്ചിട്ട് എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് പറയുക. നമ്മൾ ചാനൽ എല്ലാവരും ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കുക. ഇതുപോലത്തെ അടിപൊളി ട്രിക്സ് ഉണ്ട്. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്.